എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവും അലർജി കാരണം എന്തുകൊണ്ടാണ് നമുക്ക് ശ്വാസമുട്ടൽ പോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതെന്ന്. സോ ഹായ് ദെയർ, ദിസ് ഈസ് ഡോക്ടർ ആര്യാദേവി. പൊടിപടലങ്ങൾ അല്ലെങ്കിൽ പൂമ്പൊടിയൊക്കെ നമ്മുടെ മൂക്കിൽ കൂടെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് കടക്കുന്ന സമയത്ത് നമ്മുടെ ബോഡി അതെന്തോ വലിയ ഡേഞ്ചറസ് ആയിട്ടുള്ള എന്തോ ആണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് അതിനെതിരെ റിയാക്ട് ചെയ്യുന്ന കാരണമാണ് നമുക്കിത്തരത്തിൽ അലർജിക് ആസ്മ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ തന്നെയാണ് ശ്രമിക്കുന്നത്. പക്ഷേ അബദ്ധവശാൽ ഇമ്മ്യൂൺ സിസ്റ്റം ഓവർ റിയാക്ട് ചെയ്യുന്നത് കാരണം ആ സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന കെമിക്കൽസൊക്കെ നമ്മുടെ തന്നെ ശ്വാസകോശത്തിൻ്റെ ഉള്ളിൽ ഈ ശ്വാസനാളികളിലൊക്കെ തടിപ്പുണ്ടാവാനായിട്ട് കാരണമാവുന്നു. അതുപോലെ തന്നെ ഒരുപാട് മ്യൂക്കസ് പ്രൊഡ്യൂസ് ചെയ്യാനും നമ്മുടെ ശ്വാസകോശത്തിൻ്റെ മസിൽസൊക്കെ കുറച്ച് ടൈറ്റ് ആവാനും ഒക്കെ കാരണമായി മാറുന്നു. ഇതൊക്കെ കാരണം നമുക്ക് ശ്വാസം ഫ്രീ ആയിട്ട് ഉള്ളിലേക്ക് എടുക്കാനും പുറത്തേക്ക് വിടാനും ഒക്കെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. ഒപ്പം തന്നെ നമ്മുടെ നെഞ്ചിൻ്റെ ഭാഗത്ത് വളരെയധികം ടൈറ്റായിട്ട് ഫീൽ ചെയ്യുക, നമ്മൾ ശ്വാസം എടുക്കുന്ന സമയത്ത് ശബ്ദം കേൾക്കുക തുടങ്ങിയ ലക്ഷണങ്ങളും ഇത് കാരണം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ മൂല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ബോഡിയുടെ അല്ലെങ്കിൽ നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ഓവർ റിയാക്ഷൻ തന്നെയാണ്. ഹോമിയോപ്പതിക് ട്രീറ്റ്മെൻറ്റിലൂടെ നമുക്ക് ഈ ഒരു പ്രശ്നത്തെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തന്നെ കുറച്ച് കൊണ്ടുവന്നിട്ട് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാനായിട്ടും സാധിക്കുന്നതാണ്.